നിങ്ങൾ രണ്ടും ഇവിടെ ഉണ്ടായിരുന്നോ? മോളെ പഴയ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണമെങ്കിൽ തന്നേ. മോളെ നീ ഓടിപ്പോയി എടുത്തോണ്ട് പോവാ, രണ്ടെണ്ണം മതി. നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ടാണോ ഈ വീടൊന്ന് അടിച്ചു വാരി പെറുക്കി ഇടുവോ, ആ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കുവോ ഒന്ന് ചെയ്യരുതോ? എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞു തന്നാ മനസ്സിലാവാത്തെ? ഞാൻ തന്നെ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരം മതി കുഞ്ഞുങ്ങളെ ഇതൊന്ന് ശരിയാക്കി എടുക്കാന്. നിങ്ങൾ രണ്ടുപേരില്ലയോ? നിങ്ങൾ 3 പെണ്ണുങ്ങളുള്ള ഒരു വീടായി കിടക്കുന്നത്. നിങ്ങളുടെ അമ്മയെ കൊണ്ട് ഇപ്പൊ വീട്ടിലെ കാര്യവും നിങ്ങളുടെ കാര്യവും എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ നോക്കുവോ? നിങ്ങൾ ഈ ഫ്രീ ടൈമിൽ ഫോണൊക്കെ നോക്കി ഇരിക്കാതെ ഈ റൂമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇട്. ആണാ നിങ്ങളുടെ അയ്യൊക്കെ കിടക്കുന്ന കണ്ടോ? എന്തുവാ ഇത്, കരിയിലൊക്കെ കയറി മൂടി കിടക്കുവാ. ഇപ്പൊ ഈ മഴയൊക്കെ വരുമ്പോഴത്തേന് പാമ്പൊക്കെ വരും, മനുഷ്യർക്ക് അതിലൊന്നും നടക്കാൻ പോലും പറ്റത്തില്ല. അതൊക്കെ ഒന്ന് തൂത്തുവാരിയിട്. ഓരോ വീടുകളിലെ പിള്ളേര് ഇതൊന്നും ചെയ്യാൻ ആളില്ലാത്തതിന്റെ പ്രശ്നം. ഇവിടെ ആള് കൂടിയിട്ടും ചെയ്യാൻ ആർക്കും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലയോ? നിങ്ങളെപ്പോലെ തന്നെ ഒരു കൊച്ചല്ലയോ എന്റെ മോളും. അവളോട് ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. അവളാണെങ്കിൽ രാവിലെ 5:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ അലാറം വെച്ചാലും ഇല്ലേലും, ഞാൻ എണീറ്റാലും ഇല്ലേലും അവള് രാവിലെ എണീക്കും. പെരക്കകം മുഴുവൻ അടിച്ച് തുടച്ച് നല്ല വൃത്തിയാക്കി അവള് കാപ്പി ഇട്ടുകൊണ്ടായിരിക്കും ചില ദിവസം എന്നെ ഉണർത്താൻ തന്നെ വരുന്നത്. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേനും, അകത്തെ പണിയെല്ലാം കഴിയുമ്പോഴത്തേനും പുറത്തെ പണി. ഇതൊന്നും ഞാൻ പറഞ്ഞൊന്നും ചെയ്യിക്കുന്നതല്ല, അവളായിട്ടങ്ങ് ചെയ്യുന്നതാ. നമ്മള് വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടതല്ലയോ മക്കളെ? ഇവിടെ കാണിക്കുന്ന പോലെ ഇപ്പൊ വേറൊരു വീട്ടിൽ ചെന്ന് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിച്ചാൽ വീട്ടിൽ നിൽക്കും. അതുകൊണ്ട് ഇപ്പോഴേ വല്ലതും ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ആന്റി പറയാനുള്ളത് പറഞ്ഞ്, ഇനി നിങ്ങളുടെ ഇഷ്ടം.